മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ഭരണകക്ഷിയായ ബിജു ജനതാദളുമായി ഒഡീഷയിൽ വരാനിരിക്കുന്ന നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ സഖ്യമുണ്ടാക്കില്ല എന്നതാണ് BJP ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഭുവനേശ്വറിൽ നടന്ന BJP ഭാരവാഹികളുടെ യോഗത്തിന് ശേഷം സംസ്ഥാനത്ത് 147 നിയമസഭാ മണ്ഡലങ്ങളിലും 21 ലോക്സഭാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നുള്ള തീരുമാനമാണ് BJP സംസ്ഥാന നേതൃത്വം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഒഡീഷയിൽ BJDയുമായി സഖ്യത്തിനോ ധാരണക്കോ സാധ്യതയില്ലെന്ന് BJPയുടെ സംസ്ഥാന നിരീക്ഷകൻ സുനിൽ ബൻസാലും പരസ്യമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മറ്റ് കേന്ദ്രമന്ത്രിമാർ എന്നിവരുൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കളുടെ നേതൃത്വത്തിൽ BJDക്കെതിരെ പാർട്ടി സമ്പൂർണ്ണ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത BJP നേതാക്കൾ പറയുന്നുണ്ട്. ഒഡീഷയിൽ 147 നിയമസഭാ മണ്ഡലങ്ങളിൽ ഭരണകക്ഷിയായ BJD എന്ന ബിജു ജനതാദളിന് 111 സീറ്റുകളുടെ ഭൂരിപക്ഷമുണ്ട്. BJPക്ക് 22 സീറ്റുകളാണ് ഒഡീഷയിലുള്ളത്. അതുപോലെ പാർലമെന്റിൽ ആകെയുള്ള 21 സീറ്റുകളിൽ 12 BJDയുടേതാണ്. അവിടെ BJPക്ക് 8 സീറ്റുകളുണ്ട്. ബാക്കിയുള്ള 1 സീറ്റ് അത് കോൺഗ്രസിൻ്റെതാണ്. സഖ്യത്തിനില്ല എന്ന് BJP തീരുമാനിച്ചതോടെ പാർലമെന്റുകളിൽ BJPക്ക് അനുകൂല നിലപാടെടുത്തിരുന്ന BJD ഇനി എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഒഡീഷയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടി BJP ആണെങ്കിലും കേന്ദ്രത്തിൽ ഇരു പാർട്ടികളുടെ നേതൃത്വങ്ങൾ തമ്മിൽ സൗഹാർദ്ദപരമായ ബന്ധമാണ് പുലർത്തുന്നത്. പാർലമെന്റിൽ നിർണായകമായ ബില്ലുകൾ പാസാക്കുന്ന സമയത്തടക്കം നിരവധി വിഷയങ്ങളിൽ BJD മോദി സർക്കാരിന് പിന്തുണ നൽകിയതാണ്. ഓഗസ്റ്റിൽ സംസ്ഥാനം സന്ദർശിച്ചപ്പോൾ മുഖ്യമന്ത്രി പട്നായിക്കിനെ ജനപ്രിയ മുഖ്യമന്ത്രിയായിട്ടാണ് അമിത്ഷാ പ്രശംസിച്ചത്. സെപ്റ്റംബറിൽ ഭുവനേശ്വറിൽ നടന്ന ഒരു പരിപാടിയിൽ മോദിക്ക് 10ൽ 8 റേറ്റിംഗ് നൽകി പട്നായിക് പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങളെയും പ്രശംസിച്ചതാണ്. എന്നാലും ബിജു ജനതാദൾ ഇനി ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുമോ അതോ ഒഡീഷയിൽ ഒറ്റയ്ക്ക് തന്നെ നിൽക്കാനാണോ തീരുമാനമെന്ന് അടുത്ത ദിവസങ്ങളിൽ BJD എടുത്തേക്കും.